കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. കീ ലൈറ്റ്, ഫിൽ ലൈറ്റ്, റിം ലൈറ്റ്. ഇന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ പറഞ്ഞ 3 പോയിന്റ് ലൈറ്റിങ്ങിലാണ്. എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഞാൻ കീ ലൈറ്റ് വെച്ചിരിക്കുന്നത്. 105 ഒക്ടാ ബോക്സ് ആണ് ഞാൻ കീ ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫിൽ ലൈറ്റ് ഉള്ളത്. ഫിൽ ലൈറ്റായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു റിഫ്ലക്ടർ ആണ്. എൻ്റെ എഡ്ജിൽ വരുന്ന ലൈറ്റാണ് റിം ലൈറ്റ്. ഗോഡോക്സിൻ്റെ LC500 ആണ്. അത് ബാക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലൈറ്റും അതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കീ ലൈറ്റ് മാത്രം വെച്ചിട്ടുള്ള ഫ്രെയിമാണ്. ഇത് ഫിൽ ലൈറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. എൻ്റെ ഷാഡോ ഏരിയസ് ഒക്കെ കുറച്ച് ഫില്ലായിട്ടുള്ളതായി കാണാം. കൂടാതെ ലാപ്ടോപ്പിൻ്റെ ഈ ഏരിയയിലൊക്കെ ലൈറ്റ് വന്നിട്ടുള്ളതായിട്ടും കാണാം. ഇത് റിം ലൈറ്റ് കൂടി ആഡ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനും എനിക്കും ഒരു സെപ്പറേഷൻ കിട്ടിയേക്കുന്നതായി കാണാം. ഇനി നമുക്ക് തിരിച്ച് റിം ലൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് റിം ലൈറ്റ് മാത്രം ഉപയോഗിച്ച് എനിക്കും ബാക്ക്ഗ്രൗണ്ടിനും തമ്മിൽ സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോഴുള്ള റിസൾട്ടാണ്. ഇത് കീ ലൈറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. ഇതാണ് ഫിൽ ലൈറ്റ് കൂടി ആഡ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. അപ്പോൾ 3 പോയിന്റ് ലൈറ്റിങ്ങിനെ കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.